ഹലോ ഫ്ലോക്സ്, വെൽക്കം ടു ദി ന്യൂ വീഡിയോ ഫ്രം മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഫിഷ് ബിരിയാണിയുടെ മസാല എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം വലിയധികം പാടൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മസാലയാണ് ഫിഷ് മസാല എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബിരിയാണി റൈസും കൂടി അങ്ങ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംഭവം ഫിഷ് ബിരിയാണി ഇവിടെ റെഡിയാവും. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഞാനിവിടെ സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കറിവേപ്പില ഇട്ട് കേട്ടോ, ആ പച്ച കളറിൽ കിടക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 2 മുളകും കൂടി നമ്മൾ അരിഞ്ഞിടുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി എടുത്ത് ചതയ്ക്കുക. നല്ല ചതച്ചെടുത്തത് വരിക. പേസ്റ്റ് ആണെങ്കിലും ഇട്ടാൽ മതി കേട്ടോ. ഞാനിവിടെ ചതച്ചായിടുന്നത്, ഞാൻ പേസ്റ്റ് അങ്ങനെ ആക്കി വെക്കാറില്ല. ഓക്കെ, അപ്പം ഞാനവിടെ നല്ലപോലെ ചതച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചട്ടി അവിടെ വെക്കുക. എന്നിട്ട് നമ്മൾ എണ്ണ ഒഴിക്കുക. അപ്പം ഇതിന് മുന്നേ നമ്മൾ മീൻ വറുത്ത് കോരുന്നുണ്ട് കേട്ടോ. നമ്മൾ അത് വറക്കുന്നുണ്ട്. അതാണ് ഫസ്റ്റ് ഞാൻ കാണിച്ച ഒരു പോർഷൻ. നമ്മൾ ആദ്യം മീൻ വറുത്ത് വെക്കണം എന്ന് വെച്ചാൽ നല്ലപോലെ കട്ടിയിൽ വറക്കണ്ട, എന്നാലും ഒരുവിധം വറുത്ത് അവിടെ വയ്ക്കുക. എന്നിട്ട് ചട്ടി വെച്ചു, നമ്മൾ എണ്ണ ഒഴിച്ചു. അതിനകത്തോട്ട് ഗ്രാമ്പൂ, കറുവപ്പട്ട, അതുപോലെ തന്നെ ഏലക്ക, പെരുംജീരകം, ബേ ലീഫ്, പിന്നെ നമ്മുടെ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി, അതിൻ്റെ കൂടത്തെ ഒരു നട്ട്മക്കിൻ്റെ പീസും കൂടി, അതായത് നമ്മുടെ ജാതിക്കയുടെ ഒരു കഷ്ണം കൂടി ഇട്ട് ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇത് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റോ ഇല്ലെങ്കിൽ നമ്മൾ ചതച്ച വെച്ചേക്കുന്ന അത് അങ്ങ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയും കറിവേപ്പിലയും മുളകും കൂടി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതങ്ങ് ഇട്ട് കൊടുക്കുക. ഇത് നമുക്കിനി കുറച്ച് സമയം വേണം, കാരണം നല്ല പോലെ ഒന്ന് വഴണ്ട് വരണം. അപ്പോൾ പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉപ്പ് ചേർക്കുന്നത്. നമ്മുടെ ഉള്ളിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് വഴന്ന് കിട്ടും, അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാനിവിടെ വഴറ്റിയെടുക്കുവാണ്. ഇത് കുറച്ച് സമയം പിടിക്കുന്ന പരിപാടിയാണ് ഈ വഴണ്ട് കിട്ടുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഒരുവിധം ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇത്രയും പോരാ. ഇനി നല്ല പോലെ ഒന്ന് വഴണ്ട് വരണം. എല്ലാം ഒന്ന് നല്ല ഡാർക്ക് ബ്രൗണിഷ് കളറിലോട്ട് വരണം, എന്നാലേ നമ്മുടെ ആ വഴലിൽ കറക്റ്റായ രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളി ഒരുവിധമൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. അപ്പോൾ ഇളക്കി കൊടുത്താണ് നമ്മളിത് ഉള്ളി ഇങ്ങനെ വഴറ്റി എടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി, എന്ന് വെച്ച് കൈ വിടാതെ ഇളക്കേണ്ട അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഒരുവിധമൊക്കെ തന്നെ ഇളക്കി കൊടുക്കണം, എന്നാലേ അത് മറിഞ്ഞൊക്കെ വരുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ പൊടി അങ്ങ് ചേർക്കേണ്ട സമയമാണ്. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്ന മഞ്ഞൾപ്പൊടിയുണ്ട്, അത് കുറച്ചിടുക. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇടുക. അത് കഴിഞ്ഞ് മല്ലിപ്പൊടി ആവശ്യത്തിന് ചേർത്താൽ മതി. ഒത്തിരി അങ്ങ് നമ്മുടെ ചിക്കനൊക്കെ ചേർക്കുന്ന പോലെ ചേർക്കേണ്ട. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ കുറച്ച് ഗരം മസാല ചേർത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫിഷ് മസാലയല്ലേ, നമ്മൾ ഫിഷ് കറി വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫിഷ് മസാല, അത് ഒരു 1-1.5 സ്പൂണ് ഞാനിവിടെ ചേർത്തു. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ മുളക് പൊടി ചേർക്കുന്നില്ല. ഓക്കെ, ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടി ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് ഒരു എരിവൊക്കെ വേണ്ടവർക്ക് അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നല്ല പോലെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നല്ല പോലെ ഇളക്കിയെടുത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, മൂടി വെച്ചില്ലെങ്കിൽ ഒന്ന് തുറന്ന് വെച്ചിട്ടാണെങ്കിൽ നമുക്കതൊന്ന് വേവിച്ചെടുക്കുക എന്നുള്ളതാണ് പരിപാടി. നമ്മുടെ സംഭവം വെന്തതാണ്, എന്നിരുന്നാലും ആ മസാലകൾ അതിനകത്തോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അത് വേവിച്ച് അവിടെ എടുക്കുക. ഞാനത് ഒരു 5 മിനിറ്റ് അത് മൂടി വെച്ച് നല്ല പോലെ ഒന്ന് വേവിച്ച് എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളി ഒക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് ആ മസാലയെല്ലാം കൂടി ഒന്ന് മിക്സായി നല്ലൊരു ഫ്ലേവറിലോട്ട് നമുക്കതിനെ കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഇനി അടുത്ത വലിയ പരിപാടിയൊന്നുമില്ല. അത് നല്ലപോലെ ഒന്ന് എന്തേരെയാണോ നിങ്ങൾക്ക് മസാലയ്ക്ക് വെള്ളം, അതായത് ലൂസ് വേണ്ടത്, അത് അത്രയും വെള്ളം ആകുന്നിടം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഉള്ളത്. ഓക്കെ, ഒത്തിരി വെള്ളം വേണ്ട, മീൻസ് കറിയല്ലല്ലോ നമ്മൾ വെക്കുന്നത്, നമ്മൾ കുഴഞ്ഞിരിക്കുന്ന ഒരു മസാലയാണ് വെക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം മാത്രം യൂസ് ചെയ്താലും മതി. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് കണ്ടോ, ഞാൻ ഇത്രയും വെള്ളം വറ്റിച്ച് നല്ലപോലെ എടുത്തിട്ടുണ്ട്. കുറച്ചധികം വെള്ളം ചേർത്തായിരുന്നു, അത്
വറ്റി അത് ഫുള്ളിലിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം കേട്ടോ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഫിഷ് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഈ ഫിഷ് ചേർത്ത് കഴിഞ്ഞിട്ട് ഒത്തിരി ഇട്ട് അങ്ങോട്ട് കുത്തി ഇളക്കാൻ പാടില്ല. ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിഷ് എല്ലാം കൂടി അങ്ങോട്ട് പൊടിഞ്ഞ് പോകും. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് നല്ല പോലെ ഫിഷൊക്കെ ഒന്ന് മസാലയ്ക്കകത്തോട്ടൊന്ന് വെച്ച് കൊടുക്കുക. കാരണം ആ ഫിഷിലോട്ട് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കണമല്ലോ. നമ്മൾ ഈ ഫിഷ് വറുത്തപ്പോൾ തന്നെ ഫിഷ് മസാലയും അതുപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ വറുത്തെടുത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഫിഷ് വെച്ചിട്ടുള്ള മസാല ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബിരിയാണിയുടെ റൈസും കൂടി ഒന്ന് പാകം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണിത്. ഇനി ഞാനൊരു മേമ്പൊടി പോലെ അവസാനം ഒരു കൈപ്പൊടി എന്നൊക്കെ പറയുന്ന സംഭവമില്ലേ, അതുപോലെ നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഒരു കുറച്ചൊന്ന് ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് അതവിടെ മൂടി അവിടെ വെക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഫിഷ് ബിരിയാണിക്കുള്ള മസാല റെഡിയായില്ലേ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവുകയേ വേണ്ട കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.